വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മുടെ വീടിൻ്റെ അടുത്ത് അങ്കണവാടീൻ്റെ പരിപാടി കാണാൻ പോവുകയാണ്. അവിടെ മുതിർന്നവരുടെ പരിപാടിയും ഉണ്ട്, വീടിൻ്റെ അടുത്തുള്ളവരും ഉണ്ട്. നമുക്കപ്പം നടന്നാണ് പോകുന്നത്. ഞങ്ങളുടെ കൂടെ സ്മിതാൻറ്റി, രമ്യാൻറ്റി, കലാൻറ്റി എല്ലാം ഉണ്ട്. ഞങ്ങളിങ്ങനെ നടന്നു പോവാട്ടോ. കുന്നിൻ്റെ മുകളിലെത്തി. പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. കുന്നിൻ്റെ മുകളിൽ തന്നെയാണ് പരിപാടി. ഞങ്ങളിതാ അവിടേക്ക് നടന്നെത്തുകയാണ്. ഇത് വൈകുന്നേരം തുടങ്ങിയതാണ്. ഞങ്ങൾ എത്തുമ്പോഴത്തേ രാത്രിയായി. ചിറക്കാങ്കുന്ന് അങ്കണവാടിയുടെ 25ാം വാർഷികാഘോഷവുമാണ്. ഞങ്ങളിതാ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. സ്റ്റേജ് ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെ നമ്മളൊരു സ്ഥലമൊക്കെ പിടിച്ച് നമ്മൾ നിന്നു. പരിപാടി ഞങ്ങൾ എത്തുമ്പോഴത്തേക്കും തുടങ്ങിപ്പോയിട്ടോ ഈ പരിപാടി. അങ്കണവാടി കുട്ടികളുടെ പരിപാടിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികളുടെ പ്രച്ഛന്നവേഷമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്ത തരത്തിലുള്ള വേഷങ്ങളാണ് ഇവിടെ കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സ്റ്റേജിൽ ഓരോരുത്തരുടെ പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്കണവാടി കുട്ടികളുടെയാണ് ആദ്യം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിറയെ ആളുകളുണ്ട്. അതുപോലെ ഞങ്ങൾ വരാൻ നേരം വൈകിയതുകൊണ്ട് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ല. ഞങ്ങൾ നിന്നിക്കാണ്. ചെണ്ടമേളത്തിൻ്റെ വേഷവുമായിട്ട് 2 പിഞ്ചു കുഞ്ഞുങ്ങൾ വേദിയിൽ അരങ്ങേറുന്നു. അതിനോട് ചേർന്ന് നിൽക്കുന്ന പാട്ടുമായതുകൊണ്ട് വളരെ ആകർഷിതമായിരുന്നു. കുഞ്ഞു കുട്ടി ഇവിടെ വിഷാശംസകളുമായി വന്നിരിക്കുന്നു. വിഷു ആണല്ലോ വരാൻ പോകുന്നത്. ഉണ്ണിക്കണ്ണന്റെ വിഷു ആശംസകൾ എല്ലാവർക്കും നേർന്നു. വേദിയിൽ കുട്ടികളുടെ ഒരു ഡാൻസ് ആണ് നടക്കുന്നത്. ഇവിടെ ഒരു ചേച്ചീൻ്റെ സിംഗിൾ സിനിമാറ്റിക് ഡാൻസ് ആണ്. വളരെ നല്ലൊരു ഡാൻസ് ആയിരുന്നു. മരം ഒരു വരം എന്ന സന്ദേശവുമായി അങ്കണവാടി കുട്ടികൾ സ്റ്റേജിൽ അവതരിപ്പിക്കുകയാണിത്. കാണികൾക്ക് നല്ലൊരു സന്ദേശം നൽകുന്ന ഒരു സ്കിറ്റായിരുന്നു ഇത്. അങ്കണവാടി കുട്ടികളുടെ മികച്ച പ്രകടനമായിരുന്നു ഇത്. സ്റ്റേജിൽ 2 കുട്ടികൾ സിനിമാറ്റിക് ഡാൻസ് അവതരിപ്പിച്ചു, നല്ല അടിപൊളിയായിട്ട്. മറ്റൊരു സിനിമാറ്റിക് ഡാൻസുമായി ഇവിടെ വന്നിരിക്കുന്നു. ഇതിൽ കളിക്കുന്നത് 2 പേര് എൻ്റെ കൂടെ അങ്കണവാടിയിൽ പഠിച്ചതാണ്. എൻ്റെ ഫ്രണ്ട്സും കൂടെയാണ്. ഇവർ ട്വിൻ സിസ്റ്റേഴ്സാണ്. ഇവർ നന്നായിട്ട് ഡാൻസ് കളിച്ചു. നല്ല അടിപൊളി സിനിമാറ്റിക് ഡാൻസ് ആയിരുന്നു. ആവണയൊക്കെ കൊടുത്തിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. വളകിലിക്കടി കുഞ്ഞോളെ എന്ന പാട്ടുമായിട്ട് അങ്കണവാടി കുട്ടികൾ സ്റ്റേജിൽ വീണ്ടും ഒരു സിനിമാറ്റിക് ഡാൻസ് ആയിട്ട് കുട്ടികൾ വന്നിരിക്കുന്നു. നല്ല അടിപൊളിയായിരുന്നു ഇവരുടെ ഡാൻസും. അറേബ്യൻ ഡാൻസുമായി 3 കുട്ടികൾ വന്നിരിക്കുന്നു. നല്ല അടിപൊളി രസകരമായിട്ട് അവർ കളിച്ചു. ഇവിടെ സൈഡിൽ ഷോർട്സ് ഒക്കെ പൊട്ടിക്കുന്നുണ്ട്. വിഷുവിൻ്റെ ഒരു ആരംഭം കൂടിയാണിത്. ഒരുപാട് നേരം ഷോർട്സ് ഒക്കെ പൊട്ടിച്ചിട്ടുണ്ട് ഇവർ. പണ്ടൊരു നാളിൽ മിന്നുന്നതെല്ലാം എന്ന പാട്ടുമായിട്ടൊരു സിനിമാറ്റിക് ഡാൻസുമായി അവൻ വന്നിരിക്കുന്നു. നല്ല അടിപൊളിയായിട്ട് കളിച്ചിട്ടോ. മറ്റൊരു ലളിതഗാനവുമായി ലക്ഷ്മി ചേച്ചി സ്റ്റേജിൽ വന്നിരിക്കുകയാണ്. അതിനിടയിൽ കൂടെ ഞാൻ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്തു. കുഞ്ഞു മൊഞ്ചത്തികളുടെ ഒപ്പന, മണവാട്ടിക്കുട്ടിയുടെ എൻട്രി തന്നെ വേറെ ലെവലായിരുന്നു. വയോജനങ്ങളുടെ പരിപാടിയും കൂടെ ഉള്ള വേദിയായിരുന്നു ഇത്. ഇവിടെ കർഷക വേഷവും കെട്ടി ഒരു മുത്തശ്ശി വന്നിരിക്കുന്നു. ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൃഷി പുതുതലമുറയ്ക്ക് പ്രചോദനമാകട്ടെ എന്ന തരത്തിലുള്ള പ്രച്ഛന്ന വേഷമായിരുന്നു ഈ മുത്തശ്ശി അവതരിപ്പിച്ചിരുന്നത്. മാപ്പിളഗാനം സ്റ്റേജിൽ അരങ്ങേറി. പാമ്പുകൾക്ക് മാളമുണ്ട് എന്ന ഗാനത്തിന് പ്രച്ഛന്ന വേഷം നൽകി ഒരു മുത്തശ്ശിനിതാ വേദിയിൽ അരങ്ങേറുന്നു. ഈ ഒരു കാഴ്ച കാണികളെയെല്ലാം നൊമ്പരപ്പെടുത്തി. ഇദ്ദേഹം സദസ്സിലോട്ട് ഇറങ്ങി വന്നപ്പോൾ കാണികളെ ഏറെ വേദനപ്പെടുത്തി. മറ്റൊരു പ്രച്ഛന്നവേഷവുമായി 2 മുത്തശ്ശന്മാർ ഇതാ വേദിയിൽ വന്നിരിക്കുന്നു. ഇവർ ഞങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ളവരാണ്. പക്ഷെ അവർ ഈ അങ്കണവാടിയുടെ പരിധിയിൽപ്പെട്ടവരാണ്. ഞങ്ങൾ വേറെ അങ്കണവാടിയിലാണ്. കാരണം അവർ കോഴിക്കോട് ജില്ലയും ഞങ്ങൾ മലപ്പുറം ജില്ലയാണ്. ഞങ്ങൾ അതിർത്തിയിലാണ് താമസിക്കുന്നത്. അടുത്തത് അച്ഛൻ്റെയും മകൻ്റെയും ഒരു ഡുവൽറ്റ് പാട്ട്. ഇത് മുത്തശ്ശിമാരുടെ ഒപ്പനയാണ്.
വളരെ വ്യത്യസ്തമാർന്ന പരിപാടിയായിരുന്നു ഇത്. കാണികളെയെല്ലാം അതിശയിപ്പിച്ച ഒരു പരിപാടിയും കൂടിയായിരുന്നു ഇത്. ഈ 3 ചേച്ചിമാരുടെ ഡാൻസ് വളരെ അടിപൊളിയായിരുന്നു. വളരെ രസകരമായൊരു ഡാൻസ് ആയിരുന്നു ഇത്. ലഹരിക്കെതിരെ സന്ദേശം തരുന്ന ഒരു സ്കിറ്റാണിത്. അംഗനവാടി കുട്ടികളുടെ അമ്മമാരുടെ ഒരു ഫ്യൂഷൻ ഡാൻസാണിത്. നല്ല അടിപൊളി കോസ്റ്റ്യൂമൊക്കെ ആയിരുന്നു, അതുപോലെ ഡാൻസും. അർച്ചന ചേച്ചിയുടെ ക്ലാസിക്കൽ ഡാൻസാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ ഡാൻസ് പഠിപ്പിക്കുന്നുമുണ്ട്. നിങ്ങൾക്ക് ഡാൻസ് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതൊരു സിനിമാറ്റിക് ഡാൻസാണ്. ക്ലാസിക്കൽ ഡാൻസുമായിട്ട് അമ്മയും കുഞ്ഞും അരങ്ങേറിയ ഒരു ക്ലാസിക്കൽ ഡാൻസാണിത്. വീണ്ടും ഒരു സിനിമാറ്റിക് ഡാൻസാണ് വേദിയിൽ അരങ്ങേറുന്നത്. അടുത്തത് അമ്മമാരുടെ ഒരു ഡാൻസ് ആയിരുന്നു. ഇതൊരു നൊസ്റ്റാൾജിക് ഡാൻസുമായിരുന്നു. ഈ പരിപാടിയും കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. ഇതൊരു അടിപൊളി സിനിമാറ്റിക് ഡാൻസ് ആയിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഡാൻസ് കണ്ടതിന് ശേഷം ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോന്നു. നിങ്ങളുടെ വീടിനടുത്തും ഇതുപോലെ പരിപാടിയൊക്കെ ഉണ്ടാവാറുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ പരിപാടി ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൽ കമൻറ്റായി രേഖപ്പെടുത്തണേ. അതുപോലെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. അങ്ങനെ ഗൈസ്, നമ്മുടെ വീഡിയോ ഇതവിടെ അവസാനിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.